പ്രിയപ്പെട്ടവരെ, ശാലോം ഒരുക്കുന്ന മദർ ഓഫ് ഗോഡ് എന്ന പ്രോഗ്രാമിലേക്ക് ഇന്ന് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയെപ്പറ്റി നാം പഠിക്കുകയും പരിശുദ്ധ അമ്മ രക്ഷാകര കർമ്മവുമായി എത്രമാത്രം അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ക്രിസ്തു രഹസ്യം എപ്രകാരം കൂദാശയിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നു, സാക്ഷാത്കരിക്കപ്പെടുന്നു എന്ന് നാം മനസ്സിലാക്കി. അവിടെ നാം കണ്ടു, ക്രിസ്തു രഹസ്യം എന്നത് യേശുവിൻ്റെ ജനനം, പരസ്യജീവിതം, പീഡാനുഭവം, കുരിശുമരണം, ഉയർപ്പ്, അതുപോലെ തന്നെ യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനം. ഈ ക്രിസ്തു രഹസ്യത്തിൽ നാം പങ്കുചേരുന്നതോട് കൂടി നാമും യേശുവിനോടൊപ്പം പുതിയ ജീവൻ പ്രാപിക്കുകയാണ്. അത് കൂദാശകളിലൂടെ ഇന്ന് സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഇതേ സംബന്ധിച്ച് പല എഴുത്തുകളും പല ചോദ്യങ്ങളും ശാലോമിലേക്ക് വരികയും അവർക്ക് മറുപടിയായി പലർക്കും ഞങ്ങൾ ഉത്തരം നൽകുകയും ചെയ്തു. എന്നാൽ ഇന്നിവിടെ അതുപോലെയുള്ള ഒരു ചോദ്യം നമ്മളുടെ മുമ്പിൽ ഇവിടെ വായിക്കുന്നു. അതുവഴി എപ്രകാരമാണ് പരിശുദ്ധ അമ്മ കുദാശകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുദാശയായ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടുന്നു എന്നതിനെപ്പറ്റിയാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. ആ എഴുത്തൊന്ന് വായിക്കാമോ? കോഴിക്കോട്ട് നിന്ന് ത്രേസ്യാമ്മ ജോണിൻ്റെ ഒരു എഴുത്തുണ്ട്. ശാലോം ടി വിയിലെ മദർ ഓഫ് ഗോഡ് സ്ഥിരമായി കാണുന്ന ഒരാളാണ് ഞാൻ. പരിശുദ്ധ അമ്മയെപ്പറ്റി ഒത്തിരിയേറെ അറിവും അനുഭവവും ഇതുവഴി എനിക്കും കുടുംബത്തിന് ലഭിക്കുകയുണ്ടായി. ക്രൈസ്തവ ജീവിതം വചനാധിഷ്ഠിതവും ക്രിസ്തു കേന്ദ്രീകൃതവുമാണെന്ന് പലപ്പോഴും അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതെല്ലാം യോജിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണല്ലോ. എങ്കിലും പരിശുദ്ധ കന്യാമറിയവും വിശുദ്ധ കുർബാനയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനെപ്പറ്റി കൂടുതലായി അറിയുവാൻ ആഗ്രഹിക്കുകയാണ്. അതൊന്ന് വിശദീകരിക്കാമോ അച്ഛാ? ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ത്രേസ്യാമ്മ അതിൽ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ വചനാധിഷ്ഠിതവും ക്രിസ്തു കേന്ദ്രീകൃതവുമാണ്. വചനാധിഷ്ഠിതം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ആ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തി. ആ വ്യക്തിക്ക് ഒരു ജീവിത ലക്ഷ്യമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ജീവിതം, യേശുക്രിസ്തു കാണിച്ചു തരുന്ന വഴിയിലൂടെയാണ് ആ വ്യക്തി സഞ്ചരിക്കുന്നത്. അവരെയാണ് ക്രൈസ്തവർ എന്ന് പറയുന്നത്. ഈ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും ഹൃദയഭാഗമാണ് പെസഹ രഹസ്യം. പെസഹ രഹസ്യം എന്നത് കടന്നു പോകലാണ്. യേശു രക്ഷയുമായി കടന്നു വന്ന് ആ രക്ഷയിൽ നമ്മെ പങ്കുചേർക്കുകയാണ്. അതാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയാണല്ലോ നമ്മെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ രക്ഷാകര കർമ്മമെല്ലാം അതിനെയെല്ലാം സമന്വയിപ്പിക്കുന്ന കുദാശ. ഇതേപ്പറ്റി പൗലോസ്ലിയ തന്നെ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് ഒരു ക്രൈസ്തവൻ്റെ ദൈവവിളിയെപ്പറ്റി. എന്താണ് ഓരോ ക്രൈസ്തവനും സ്വീകരിച്ചിരിക്കുന്ന ദൈവവിളിയെന്നും ആ ദൈവവിളി സ്വീകരിച്ചിരിക്കുന്നത് വഴി ആ വ്യക്തിയിൽ വരുന്ന മാറ്റം എന്താണെന്നും പൗലോസ്ലിയ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 8 മുതലുള്ള 12 വരെ വാക്യങ്ങൾ അലീന ഒന്നെടുത്തൊന്ന് വായിച്ചേ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 6, 8 മുതലുള്ള വാക്യങ്ങൾ. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 8 മുതൽ വാക്യങ്ങൾ. നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. അവനെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിനു വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണ്. യേശു ക്രിസ്തുവിൽ ദൈവത്തിനു വേണ്ടി ജയിക്കുവാനാണെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. പൗലോസ്ലീഹ ഇവിടെ പറയുന്ന ഇതാണ്, യേശു ഈ ലോകത്തിലേക്ക് വന്നു, അവൻ മരിച്ചു, എന്നേക്കുമായി മരിച്ചു. എന്നാൽ അവൻ ജീവിക്കുന്നു. ആ ജീവനിലേക്കാണ് നമ്മയും യേശു പങ്കുചേർക്കുന്നത്. അതാണ് ഓരോ ക്രൈസ്തവൻ്റെയും വിളി. അതായത് യേശുവിനോടൊത്ത് മരിക്കുവാൻ, യേശുവിനോടൊത്ത് ജീവിക്കുവാൻ. ഇതാണ് ക്രിസ്തു രഹസ്യം. ക്രിസ്തുവിൻ്റെ ജനനത്തിൽ പങ്കുചേർന്ന്, പരസ്യജീവിതത്തിൽ പങ്കുചേർന്ന്, പീഡാനുഭവത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും
പങ്കുചേരുന്ന ഒരു ദിവ്യ അനുഭവമാണ് ഓരോ ക്രൈസ്തവനും അനുഭവപ്പെടുന്നത്. ഇതിൻ്റെ സാക്ഷാത്കാരമാണ് വിശുദ്ധ കുർബാന. കാരണം വിശുദ്ധ കുർബാനയിൽ ഈ മഹാരഹസ്യങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നു. ഇതുവഴിയാണ് നമുക്ക് രക്ഷ കൈവരുന്നത്. ഇവിടെയാണ് ത്രേസ്യ ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി നിൽക്കുന്നത്. ഇവിടെ പരിശുദ്ധ കന്യകാ മറിയത്തിനുള്ള പ്രസക്തി എന്താണ്? അവിടെ ഉണ്ടോ? മറിയത്തിന് സ്ഥാനമുണ്ടോ? നാം കാണുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ൽ യേശു ശിഷ്യന്മാർക്കായി ഒരു വാഗ്ദാനം നൽകുന്നുണ്ട്. അവരെ പ്രേക്ഷിത വേലയ്ക്ക് ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് പറയുന്നുണ്ട്, ലോക അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് യേശു എപ്പോഴും നമ്മളോട് കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ മേരിയുടെ കാര്യമോ? ഒരു കാര്യം നാം കാണുന്നുണ്ട്, മേരി എന്നും യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. യേശുവിനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് മേരിയാണ്. ദൈവം മേരിയിലൂടെയാണ് രക്ഷകനെ ലോകത്തിന് നൽകുന്നത്. അതുകൊണ്ട് ദൈവപുത്രൻ മേരിയിൽ ഗർഭസ്ഥനാകുന്ന ആ നിമിഷം മുതൽ ഈ ലോകത്തിൽ ചരിത്രപരമായി യേശുനാഥൻ തൻ്റെ അവസാനത്തെ ബലി പൂർത്തിയാക്കുന്നതുവരെ മേരിയുടെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് യേശു പറയുന്നു, ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എല്ലാ കാലവും. യേശു മരിച്ചുവെങ്കിലും ജീവിക്കുന്നു. അപ്പോൾ മേരിയും ജീവിക്കുന്നു, മേരിയും യേശുവിനോടൊപ്പമുണ്ട്. ഇനി വിശുദ്ധ കുർബാന എന്താണ്? യേശുവിൻ്റെ ദിവ്യ ബലിയാണ്. യേശുവിൻ്റെ രക്ഷാകര കർമ്മം പൂർത്തിയാക്കപ്പെടുന്ന ദിവ്യബലി ഇന്ന് ഇവിടെ വസ്തുനിഷ്ഠമായി സ്ഥലകാലത്തിൽ ഇന്നിവിടെ അർപ്പിക്കപ്പെടുകയാണ്. യേശു അർപ്പിച്ചത് ഒരു ബലിയാണ് എന്നേക്കുമായി. ആ ബലിയുടെ തുടർച്ചയാണ് ഇന്ന് അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന ഓരോ വിശുദ്ധ കുർബാനയും. ഇതാണ് യേശുനാഥൻ തൻ്റെ പീഡാനുഭവത്തിന് മുമ്പ് സ്ഥാപിച്ച വിശുദ്ധ കുർബാന. നാം വായിക്കുന്നുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായത്തിൽ 26-ലും മാർക്കിൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിലും ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിലും വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെപ്പറ്റി വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ യേശുനാഥൻ നമുക്ക് എന്താണ് ഈ ലോകത്തിന് തരാൻ പോകുന്നതെന്ന് യേശു പറയുന്നുണ്ട്. യേശു പറയുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുത്തു. യേശു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. ഈ അപ്പമാണ് നമ്മുടെ അൾത്താരയിൽ ഓരോ ദിവസവും ബലിയർപ്പിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിലൂടെ ദിവ്യബലിയിലൂടെ മനുഷ്യർക്കായി നൽകപ്പെടുന്നത്. അവിടെ പരിശുദ്ധ അമ്മയുടെ ദിവ്യ സാന്നിധ്യമുണ്ട്. ഇത് നമ്മളുടെ ഒരു വിശ്വാസമാണ്. സഭയുടെ ചരിത്രത്തിൻ്റെ ആരംഭകാലം മുതൽ ഉള്ള വിശ്വാസമാണ്. കാരണം യേശുവിനെ ഒരു നിമിഷവും പിരിയാത്തൊരമ്മയാണ് ബൈബിളിൽ നാം കണ്ടെത്തുന്നത്. എങ്കിൽ യേശുവിൻ്റെ ജീവിതത്തിൽ മേരിയും എപ്പോഴും ഉണ്ടായിരിക്കും. ഈ വിശുദ്ധ കുർബാനയെപ്പറ്റി തന്നെ പൗലോസ്ലീഹ തനിക്ക് കിട്ടിയ വെളിപാട് കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 23 മുതലുള്ള വചനങ്ങളിൽ കൊടുക്കുന്നുണ്ട്. ആ ഭാഗം ഒന്നെടുത്തൊന്ന് വായിക്കാമോ? വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുൾ ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. നോക്കുക, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. അപ്പോൾ കർത്താവ് തന്നെയാണ് പൗലോസിന് വിശുദ്ധ കുർബാനയെപ്പറ്റി വെളിവാക്കി കൊടുക്കുന്നത്. അത്
എന്താണ് കർത്താവ് യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ രക്തമാണ്. അതായത് ബലിയർപ്പണമാണ്. പിതാവായ ദൈവത്തിന് മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനായി അർപ്പിച്ച ബലിയാണിത്. ഇതൊരു ഓർമ്മ മാത്രമല്ല. ഗ്രീക്ക് ഭാഷയിൽ പറയും അനാംനേസിസ്. അനാംനേസിസ് എന്ന് പറയുന്നത് വെറും ഒരു ഓർമ്മയാചരണമല്ല. എന്നാൽ അനാംനേസിസ് എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ ഒരു സംഭവത്തെ കൗദാശികമായി വീണ്ടും ഓർക്കുന്നതാണ്, അത് സാക്ഷാത്കരിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഓരോ വിശുദ്ധ കുർബാനയും യേശുവിൻ്റെ ബലിയാണ്. കാൽവരിയിൽ യേശുനാഥൻ അർപ്പിച്ച ആദ്യത്തെ ബലിയുടെ സമയത്ത് എപ്രകാരം പരിശുദ്ധയമ്മ അവിടെ സന്നിഹിതയായിരുന്നു, അപ്രകാരം തന്നെ ഓരോ വിശുദ്ധ കുർബാനയിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ നാം വിശ്വസിക്കുന്നു, അനുഭവിക്കുന്നു. ഇത് സഭയുടെ എല്ലാ കുർബാനയിലെ പ്രാർത്ഥനകളിലും ഇതിൻ്റെ പ്രതിഫലനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. കത്തോലിക്ക സഭയിലും ഓർത്തഡോക്സ് യാക്കോബയ സഭയിലും എല്ലാം വിശുദ്ധ കുർബാന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. മറ്റൊന്ന്, വിശുദ്ധ ഡോൺ ബോസ്കോ പരിശുദ്ധ അമ്മയെപ്പറ്റിയും വിശുദ്ധ കുർബാനയെപ്പറ്റിയും വളരെ മനോഹരമായി പഠിപ്പിക്കുന്നുണ്ട്. 1822 ഡോൺ ബോസ്കോയ്ക്കുണ്ടായ ഒരു ദർശനത്തെപ്പറ്റി ഒരുപക്ഷെ നിങ്ങളൊക്കെ പഠിച്ചിരിക്കാം. അതിതാണ്, സഭ ആ കാലഘട്ടത്തിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്നു. ഈ സമയത്ത് വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്ക് ഒരു ദർശനമുണ്ടായി. കടലിൽ വലിയൊരു യുദ്ധം നടക്കുകയാണ്. അവിടെയുള്ള വലിയ കപ്പലിൽ മാർപ്പാപ്പയാണ് ആ കപ്പലിനെ നയിക്കുന്നത്. സഭയ്ക്കെതിരായിട്ടുള്ള വലിയൊരു യുദ്ധം. ഈ സമയത്ത് 2 തൂണുകൾ അവിടെ പൊങ്ങി വരികയാണ്. ആ തൂണുകളിൽ പൊങ്ങി വന്ന കൽത്തൂണുകൾ, ഒരെണ്ണത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു രൂപം കണ്ടു. അതിൻ്റെ അടിയിൽ എഴുതി വച്ചിരിക്കുന്നു, ക്രിസ്ത്യാനികളുടെ സഹായം, ദ ഹെൽപ്പ് ഓഫ് ദ ക്രിസ്ത്യൻസ്. മറ്റൊരു തൂണ് അതിൻ്റെ മുകളിൽ വലിയൊരു ഓസ്തിയുടെ രൂപമാണ്, ക്രിസ്ത്യാനികളുടെ രക്ഷ. അപ്പോൾ വിശുദ്ധ കുർബാനയും പരിശുദ്ധ മറിയവും ക്രിസ്ത്യാനികളുടെ സഹായവും ക്രിസ്ത്യാനികളുടെ രക്ഷയുമാണ്. എന്നിട്ട് ആ മാർപ്പാപ്പ ആ തൂണിന്മേൽ അതിൻ്റെ ഇടയിൽ ഈ കപ്പലിൽ നിന്ന് നങ്കൂരം ഇട്ടുകൊണ്ട് അതിനെ രക്ഷിക്കുകയാണ്. സഭയെപ്പറ്റിയുള്ള വലിയൊരു പ്രവചനവുമായിരുന്നു അത്. ഇത് കാണിക്കുന്ന ഇതാണ്, എപ്പോഴും പരിശുദ്ധ അമ്മയും വിശുദ്ധ കുർബാനയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഓരോ വൈദികരെയും വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കുന്നത് വിശ്വാസപൂർവ്വം ചിന്തിക്കുമ്പോൾ അത് പരിശുദ്ധ അമ്മയാണ്. ഓരോ വിശ്വാസികളെയും വിശുദ്ധ ബലിയിലേക്ക് ആനയിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വിശുദ്ധ കുർബാനയ്ക്കായി അണയുന്നതിന് മുമ്പ് നമ്മുടെ കാലുകൾ ചരിക്കുന്നത് അത് പരിശുദ്ധ അമ്മയുടെ പ്രേരണ നിമിത്തമാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം. വിശ്വസിക്കാൻ ഉള്ള അടിസ്ഥാന വിശ്വാസം ഇതാണ്. യേശു കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ അമ്മയെ നമുക്കായി നൽകി. തൻ്റെ ബലിയിൽ പങ്കുചേരുവാൻ വേണ്ടി അമ്മ ഇന്ന് ഓരോ വിശ്വാസികളെയും മാടി വിളിക്കുകയാണ്. തൻ്റെ ഹൃദയത്തോട് ചേർത്ത് യേശുവിൻ്റെ കുരിശിനോടുകൂടി അണയ്ക്കുന്നതാണ് ദിവ്യബലി, വിശുദ്ധ കുർബാന. അതാണ് ഇന്നും മേരി തൻ്റെ ജീവിതം വഴി, തൻ്റെ മാതൃക വഴി നമ്മെ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നതും ക്രിസ്തുവിലേക്ക് എത്തിക്കുന്നതും. അച്ഛാ, ഞാനിങ്ങനെ വായിക്കുകയുണ്ടായി, പരിശുദ്ധ അമ്മ ആദ്യത്തെ സക്രാരിയാണെന്ന്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് സക്രാരി? നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാന സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് സക്രാരി. ഒരു പള്ളിയിലെ കേന്ദ്രസ്ഥാനം സക്രാരിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മനോഹരമായ രീതിയിൽ അതിനെ നമ്മൾ സ്ഥാപിക്കുന്നു. സക്രാരിയിൽ യേശുവിൻ്റെ ദിവ്യ സാന്നിധ്യത്തെ വിശ്വസിക്കുന്നവരാണ് നാം എല്ലാവരും. ഇവിടെ പറയുന്നത് മേരി ആദ്യത്തെ സക്രാരി എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? മേരി യേശുവിൻ്റെ സാന്നിധ്യത്തെ ആദ്യമായി സൂക്ഷിച്ചവൾ. അതാണല്ലോ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നതും. കാരണം ലൂക്കായുടെ സുവിശേഷത്തിൽ
ഗബ്രിയേൽ മാലാഖ മേരിക്ക് സന്ദേശം കൊടുത്ത ആ നിമിഷം മുതൽ ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന് മേരി പ്രത്യുത്തരിച്ച ആ നിമിഷത്തിൽ ഇതാ ദൈവപുത്രൻ മേരി എന്ന ജീവിക്കുന്ന സക്രാരിയിൽ ഒന്നായി ചേർന്നു. ദിവ്യ സാന്നിധ്യം, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രത്യേകമായ ആ സാന്നിധ്യം, പരിശുദ്ധാരൂപിയുടെ നിറവ് അനുഭവിച്ചവളാണ് മേരി. ഇത് വീണ്ടും എലിസബത്ത് പ്രഖ്യാപിക്കുന്നുണ്ട്. മേരിയെ കണ്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു എലിസബത്ത്, കർത്താവിൻ്റെ അമ്മ എന്ന് ഉദ്ഘോഷിച്ചു. അതിനുശേഷം മേരിയും നാം കാണുന്നുണ്ട്, മനസ്സ് തുറന്ന് സന്തോഷത്തിൽ ആറാടി മേരിയും ദൈവത്തെ സ്തുതിക്കുന്നതായി. ആ മേരി തൻ്റെ ഉദരത്തിൽ വഹിച്ച ശിശുവിന് ജന്മം നൽകി. ആ ശിശുവിനോടൊപ്പമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ആദ്യത്തെ സക്രാരി എന്ന് വിളിക്കുന്നത്. കാരണം ദൈവ സാന്നിധ്യം നിറഞ്ഞു നിന്നവൾ അത് മേരി മാത്രമായിരുന്നു. ഇതേ സംബന്ധിച്ച് സഭാ പഠനവുമുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പരിശുദ്ധ അമ്മയെപ്പറ്റി പറയുന്ന ഭാഗമുണ്ട്. അവിടെ പറയുന്ന ഇതാണ്: കന്യകാമറിയം പിതാവിൻ്റെ ഹിതത്തിനും അവിടുത്തെ പുത്രൻ്റെ രക്ഷാകര പ്രവൃത്തിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഓരോ പ്രചോദനത്തിനും തികച്ചും വിധേയയായി നിന്നുകൊണ്ട് സഭയ്ക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാതൃകയായിരിക്കുന്നു. അവൾ അങ്ങനെ സഭയുടെ മഹോന്നതിയും തികച്ചും അനന്യമായ അംഗവുമാണ്. യഥാർത്ഥത്തിൽ അവൾ സഭയുടെ മാതൃകാപരമായ സാക്ഷാത്കാരവും പ്രതിരൂപവുമാകുന്നു. എന്തുകൊണ്ടാണ് മേരി എന്ന സക്രാരിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിന്നിരുന്നത്? അതാണ് ഇവിടെ പറയുന്നത്. പിതാവിൻ്റെ ഹിതത്തിനും അവിടുത്തെ പുത്രൻ്റെ രക്ഷാകര പ്രവൃത്തിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഓരോ പ്രചോദനത്തിനും തികച്ചും വിധേയായിരുന്നു അവൾ. ഇതുകൊണ്ട് മേരിയെ നമ്മൾക്കും മാതൃകയായി തരികയാണ്. നമ്മൾക്കും ഇതുപോലെ തന്നെ ജീവിക്കുന്ന സക്രാരിയായി മാറാം മറ്റുള്ളവരുടെ മുമ്പിൽ. അതാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ലോകമെങ്ങും പോയി എനിക്ക് സാക്ഷ്യപ്പെടുത്തുവിൻ. സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ മേരിയെപ്പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ പിതാവിൻ്റെ ഹിതത്തിനും അവിടുത്തെ പുത്രൻ്റെ രക്ഷാകര പ്രവൃത്തിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഓരോ പ്രചോദനത്തിനും നമ്മളും ചെവി കൊടുക്കണം. അതനുസരിച്ച് നമ്മൾ ജീവിക്കണം. അപ്പോൾ മേരിയെപ്പോലെ നമുക്കും ജീവിക്കുന്ന സക്രാരിയായി ദൈവത്തിൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പ്രവാചകരായി, ദൂതരായി നമുക്ക് മാറുവാൻ സാധിക്കും. അതാണ് യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ ജീവിതം. അതാണ് ഓരോ കുടുംബത്തിലും ഓരോ സമൂഹത്തിലും നമ്മളിൽ നിന്നും ലോകം മുഴുവൻ പ്രതീക്ഷിക്കുന്നതും. അതാണ് സഭ എന്നും നമ്മൾക്ക് പരിശുദ്ധ അമ്മയെ മാതൃകയായി തരുവാനുള്ള കാരണവും. നാം വചനം വഴി മനസ്സിലാക്കി, വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ മാംസം എടുത്തത് മേരിയിൽ നിന്നാണ്. യേശു തൻ്റെ അന്ത്യത്താഴ സമയത്ത് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്. അപ്പം എടുത്തുകൊണ്ട് വീഞ്ഞെടുത്തുകൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ രക്തമാണ്. കുരിശിൽ യേശുനാഥൻ തൻ്റെ ദിവ്യബലി അർപ്പിച്ചപ്പോൾ ഒരുപക്ഷെ മേരിയും പറഞ്ഞിട്ടുണ്ടാകണം, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. യേശുവിൻ്റെ ബലി മേരിയുടെയും ഒരു ബലിയായിരുന്നു. ഇന്ന് അൾത്താരയിൽ ഓരോ ബലി അർപ്പിക്കുമ്പോഴും പരിശുദ്ധ അമ്മയുടെ ദിവ്യ സാന്നിധ്യം നമുക്കൊക്കെ അനുഭവിക്കാൻ സാധിക്കും, വിശ്വാസപൂർവം നാം അതിനെ സമീപിക്കുമ്പോൾ. അതുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് നാം പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സഹായവും മധ്യസ്ഥയും നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മ എപ്രകാരം പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തിന് വഴങ്ങി ജീവിച്ചതുപോലെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് ചെവി കൊടുത്തതുപോലെ, തൻ്റെ പുത്രനെ സ്നേഹിച്ചതുപോലെ നമുക്കും ജീവിക്കാം. അപ്പോൾ നാമും പരിശുദ്ധ അമ്മയെപ്പോലെ ജീവിക്കുന്ന സക്രാരിയാകും. ഓരോ വിശുദ്ധ ബലിയും നമ്മെ സംബന്ധിച്ചിടത്തോളം രക്ഷയിലേക്കുള്ള ആ വഴിയായിത്തീരും. രക്ഷാകരകൃത്യം നമ്മുടെ ജീവിതത്തിലും സാക്ഷാത്കൃതമാകും. അങ്ങനെ നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിതം, നമ്മുടെ സമൂഹം യേശുവിൻ്റെ ചൈതന്യത്താൽ പരിശുദ്ധാത്മാവിനാൽ വിശദീകരിക്കപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ സഹായവും മധ്യസ്ഥയും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രത്യേകമായി നന്ദി പറയുന്നു. നന്ദി.
ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ആപത്തിലുലയാതെ താങ്ങായി വരും പാരിൻ സഹരക്ഷയമ്മ. പാപത്തിൽ വീഴാതെ തുണയായി വരും പരിശുദ്ധ കന്യയാണമ്മ. പരിശുദ്ധനേശുവിൻ തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യമേകുന്നോരമ്മ. മക്കളെ കാക്കുന്ന മരിയാമ്പിക ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ.